ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുംബൈയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുരോഗതി വിലയിരുത്തുകയും സുപ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം ഇരു നേതാക്കളും ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷം 2026 ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്ന് പ്രത്യേക സെഷൻ സംഘടിപ്പിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരിയും ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ഉച്ചകോടിയിലെ 2 സുപ്രധാന ദേശീയ പദ്ധതികൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ആരോഗ്യമേഖലയിൽ നിർമ്മിത ബുദ്ധി സുരക്ഷിതമായും ധാർമ്മികമായും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും നടപ്പാക്കുന്നതിനുള്ള ദേശീയ മാർഗ്ഗരേഖയായ സഹി, ആരോഗ്യമേഖലയിൽ സ്വകാര്യതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബോധ് എന്നിവയാണ് ഈ പദ്ധതികൾ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിനുശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. സഹകരണ മേഖലയിലെ പ്രധാന പരിഷ്കാരങ്ങളും വിപുലീകരണ പദ്ധതികളും അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് സഹകരണ മന്ത്രിമാരുടെ ഉന്നതതല യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ സഹകാർ സേ സമൃദ്ധി എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഇത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കായി 2 ലക്ഷം പുതിയ വിവിധോദ്ദേശ്യ കാർഷിക വായ്പാ സൊസൈറ്റികൾ, ക്ഷീര മത്സ്യ സഹകരണ സംഘങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിലെ പുരോഗതി യോഗം ചർച്ച ചെയ്യും. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് സഹസ്ര കലശാഭിഷേകം നടക്കും. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മീനമാസ പൂജയ്ക്കായി അടുത്ത മാസം 14-ന് നട തുറക്കും. തുടർന്ന് 19-ന് അടയ്ക്കുന്ന നട 10 ദിവസത്തെ ഉത്സവത്തിനായി മാർച്ച് 22-ന് വീണ്ടും തുറക്കും. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹൽ ഭാരവാഹികളുടെയും യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അതേസമയം റംസാൻ മാസപ്പിറവി കാണുന്നവർ അറിയിക്കണമെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ അറിയിച്ചു. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് മൂന്നാറിൽ ഉയർന്ന UV സൂചിക 8 രേഖപ്പെടുത്തി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. UV സൂചികയിലെ നിലവിലെ വർധന ഗൌരവമായി കാണണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ചു. ഭക്ഷ്യവിഷബാധയെന്നാണ് സംശയം. സംഭവത്തെ തുടർന്ന് വിഴിഞ്ഞത്തെ ഹോട്ടൽ പോലീസ് പൂട്ടിച്ചു. ചടയമംഗലം നിലമേൽ സ്വദേശി ഷാജി, ഭാര്യാമാതാവ് റാഷിദ ബീവി എന്നിവരാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. പാരിപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാജിയുടെ ഭാര്യ സജിമോളെ തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുകയാണ്. 10-12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾക്ക് തുടക്കമായി. ഇന്ത്യയിൽ നിന്നും മറ്റ് 26 രാജ്യങ്ങളിൽ നിന്നുമുള്ള 46 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. 10ാം ക്ലാസ്സിൽ ആദ്യ പരീക്ഷയിൽ കുറഞ്ഞത് 3 വിഷയമെങ്കിലും എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്ന് ബോർഡ് അറിയിച്ചു. എസൻഷ്യൽ റിപ്പീറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന ഇത്തരം വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷത്തെ മെയിൻ പരീക്ഷാ സെഷനിൽ മാത്രമേ ഈ പേപ്പറുകൾ എഴുതാനാകൂ. 1ാം പരീക്ഷ വിജയിച്ചവർക്ക് മാർക്ക് മെച്ചപ്പെടുത്താൻ വീണ്ടും ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ എഴുതാമെന്നും CBSE വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പരിലോ ഈ മാസം 20 വരെ അറിയിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ സയൻസ് IT പാർക്കിന് തറക്കല്ലിടും. പെരളശ്ശേരിയിൽ AKG മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി കീഴത്തൂർ പാലത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.